ഈ ഓണം കളറാക്കാൻ നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള വൺ ഡേ ട്രിപ്പിന് പോയാലോ, അതും വെറും 100 രൂപയ്ക്ക്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അഡ്വഞ്ചർ എന്താണെന്ന് വെച്ചാൽ കയാക്കിംഗ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിന് അടുത്തുള്ള ചെമ്മാപ്പള്ളി ഹാങ്ങിങ് ബ്രിഡ്ജിന് അടുത്തുള്ള പുഴയോരം ബോട്ട് സർവീസ് എന്ന സ്ഥലത്താണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന കളർഫുൾ ബോട്ട്സിനെ പറയുന്ന പേരാണ് കയാക്ക്. അതുകൊണ്ട് തന്നെ ഈ അഡ്വഞ്ചറിനെ കയാക്കിംഗ് എന്ന് പറയുന്നു. കനോൺ എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. വളരെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തുകൊണ്ടാണ് ഗൈഡ്സ് നമ്മളെ കയാക്കിലേക്ക് ഇറക്കുന്നത്. സേഫ്റ്റി ജാക്കറ്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ ചാൻസ് അങ്ങനെ വെള്ളത്തിൽ പോയാലോ മുങ്ങി പോകുമെന്നുള്ള പേടിയും വേണ്ട. ഈ കാണുന്ന ബോ യൂസ് ചെയ്തുകൊണ്ടാണ് കയാക്ക് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ 2 ഫ്രണ്ട്സ് ഇതാ കയാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കെയർ ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് ഓപ്പോസിറ്റ് ആണ് തുഴയുന്നതെങ്കിൽ ബാക്കിലോട്ടും, നമുക്ക് ഫേസ് ചെയ്തിട്ടാണ് തുഴയുന്നതെങ്കിൽ മുന്നിലോട്ടുമായിരിക്കും കയാക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മളെല്ലാവരും കയാക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കയാക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമൊക്കെ പരിചയക്കുറവ് കൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കയാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗായ്സ്, കുറേ നേരം നമ്മൾ കയാക്കിംഗ് ചെയ്ത് കുറേ ദൂരം എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കയാക്ക് സൈഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ചൂസ് ചെയ്തത് സിംഗിൾ സീറ്റഡ് കയാക്കുകളായിരുന്നു. ഡ്യുവോ അല്ലെങ്കിൽ കപ്പിളായി വരുന്നവർക്ക് ഡബിൾ സീറ്റഡ് കയാക്കും ഇവിടെ അവൈലബിൾ ആണ്. ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി 2 hours അല്ലെങ്കിൽ 3 hours ആണ് കയാക്കിന് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ ലിമിറ്റ്സ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടർ, സ്വീറ്റ്സ്, സ്നാക്സ്, ഫോൺ, ക്യാമറ ഇതെല്ലാം നമ്മൾ ഓൺ റിസ്കിൽ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ബെല്ലും ബ്രേക്കും കയാക്കുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂട്ടിമുട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഗൈസ്, കുറേ നേരം നമ്മൾ കയാക്കിംഗ് ചെയ്ത് വലിയൊരു സ്പേസിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കരുവന്നൂർ പുഴയുടെ നടുവിലായിട്ട് ഒരു ഐലാൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടിയായിരുന്നു നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് പോയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ പൊസിഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഗൈസ്. അതല്ല, ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ ശ്രീരാമ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും ഗൈസ്. ട്രിപ്പിലെ ഏറ്റവും സർപ്രൈസ് ആക്കിയത് ആക്ടറായ വിനീതേട്ടനൊക്കെ കണ്ടപ്പോൾ വളരെയധികം സർപ്രൈസ്ഡ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ കുട്ടികളുമായും ഫാമിലിയുമായി വരുന്നവർക്കൊക്കെ കയാക്ക് സർവീസ് മാത്രമല്ല കൺട്രി ബോട്ട് സർവീസ് ഉണ്ട്, പടൽ ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ നിരവധി സർവീസുകളുടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഹയാക്കിങ് ചെയ്ത് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി ഇതാ നമ്മുടെ ഇനീഷ്യൽ പൊസിഷനായ മറ്റേ ബ്രിഡ്ജിൻ്റെ താഴേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഏകദേശം നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അത് ബ്രിഡ്ജിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടംമാതിരി ആൾക്കാരെ കാണാം. ഫോട്ടോഷൂട്ടിനും ബ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള വ്യൂ കാണാനൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ ബ്രിഡ്ജിൽ നമുക്ക് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഹയാക്കിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ അഡ്വഞ്ചർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിത് ബോട്ടിൽ നിന്ന് പയ്യെ ഇറങ്ങാണ്. ഹയാക്കിൽ നിന്ന് പയ്യെ ഇറങ്ങി നമ്മളെല്ലാവരും ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, എത്ര റേറ്റ് വരുന്നത് ഇവിടെ? 100 രൂപ അല്ലേ പെർ ഹെഡ്? അപ്പോൾ സിംഗിൾ ആയിട്ട് പോണതിനല്ലേ? ആ, ഡബിളായിട്ട് പോണതുണ്ട്, ഡബിളായിട്ട് നടുവിൽ കുട്ടീനെ വെച്ചിട്ട് പോണ ടൈപ്പ്. അതിനെത്ര റേറ്റ് വരുന്നത്? പെർ ഹെഡ് എല്ലാം പെർ ഹെഡ്. ആ 2 ടൈപ്പ് ആണെങ്കിലോ? 2 പേര് വെച്ച് പോണു? 2 പേരാണെങ്കിൽ 200 രൂപ. പെഡൽ ബോട്ടിലാണെങ്കിൽ 50 രൂപ. പെഡൽ ബോട്ടിലാണെങ്കിൽ ഒരാൾക്ക് 50. ബാക്കി എങ്ങനെ പോയാലും 100, ഒരാള് പെർ ഹെഡ് 100. അത് കയാക്കിങ്ങിന് മാത്രം. വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? വഞ്ചി ഉണ്ട്. തുഴഞ്ഞിട്ട് നമ്മുടെ ആൾ കൊണ്ടുപോകും, അതിൽ 50 രൂപ ഒരാൾക്ക് പെർ ഹെഡ്. എഞ്ചിൻ വെച്ച് പോണതിന് മാത്രം പെട്രോൾ ചെലവുണ്ടല്ലോ. അതാണെങ്കിലോ പെട്രോളിന് മാത്രം 100. അപ്പോഴും 100 രൂപ വെച്ചിട്ട് എഞ്ചിനായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് 100.
ആ ഓക്കെ. അത് വഞ്ചിയില്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്. ഒരു ഡോക്ക് കണ്ടില്ലേ, ഫംഗ്ഷൻ നടത്താനൊക്കെ കൊടുക്കും നമ്മളവിടെ. അവിടേക്ക് വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ അത് നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ പേയ്മെന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് അവരെ ബുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ അവരുടെ ബാക്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഗൈസ്, ഓണൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ അഡ്വഞ്ചറൊക്കെ അടിച്ചു പൊളിക്കാൻ താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് പോയി ബുക്ക് ചെയ്യുക, ഓണം കളറാക്കുക. അപ്പോൾ അവസാനമായിട്ട് ഗൈസ് നമ്മൾ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി ബ്രിഡ്ജിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ കരുവന്നൂർ പുഴയിലാണ് ഇത്ര നേരം നമ്മൾ ഹയാക്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഒരേപോലെ ഒരു വൺ ഡേ അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരാം, മാക്സിമം എൻജോയ് ചെയ്യുക, ഓണം അങ്ങോട്ട് കളറാക്കുക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് ഫ്രം അക്കൂസ് ബ്ലോഗ്.